കഴിഞ്ഞ ദിവസമാണ് കുറ്റിപ്പുറം ദേശീയപാതയിൽ വലിയ ഒരു അപകടം സംഭവിച്ചത്. ഒരു ബസ് നിയന്ത്രണം വിട്ട് ബാരിക്കേഡ് ഇടിച്ചുകൊണ്ട് തലകീഴായി മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റു. ഒരു യുവാവിന് ദാരുണ അന്ത്യം സംഭവിച്ചു. ആ അപകടം സംഭവിച്ചത് മുതൽ തന്നെ അവിടെ റോഡിന്റെ അശാസ്ത്രീയത ആളുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് നേരത്തെ തന്നെ പലതവണ ആളുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ദേശീയപാതയിൽ പുതുതായി നിർമ്മിച്ച 6 വരി പാതയുമായി ബന്ധപ്പെട്ട് സമാനമായ ഒരു അപകട സാധ്യതയുള്ള മറ്റൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അത് മലപ്പുറം കക്കാട് ദേശീയപാത കക്കാടിനും കൂരിയാടിനും ഇടയിലുള്ള ഈ പ്രദേശം. കുറ്റിപ്പുറത്ത് അപകടം സംഭവിച്ച റോഡിന്റെ അതേ ഘടനയിലാണ് ഇവിടെയും ഉള്ളത് എന്നുള്ളതാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇത് 6 വരി പാതയായി വരുന്ന 3 വരി പാതയാണ് ഇത്. പക്ഷേ ഇവിടെ കൂരിയാട് പാലത്തിലേക്ക് എത്തുന്നതോടുകൂടി ഈ റോഡ് 2ആയി ചുരുങ്ങുന്നു. ഈ റബ്ബർ ബാരിക്കേഡുകൾക്ക് അവസാനം ആ മീറ്ററുകൾക്കപ്പുറമാണ് പാത 2ആയി ചുരുങ്ങുന്നത്. അതായത് ഹൈവേയിലൂടെ സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ഇവിടെ ഈ ഹൈവേ 2ആയി ചുരുങ്ങുന്നതോടുകൂടി 2 ലൈനിലേക്ക് ചുരുങ്ങുന്നു. എന്നാൽ അതിന് സമാനമായി ഈ ദിശയിൽ നമുക്ക് കാണാം. ഈ തിരൂരങ്ങാടി ഭാഗത്ത് നിന്ന് കക്കാട് ഭാഗത്ത് നിന്ന് സർവീസ് റോഡിൽ ഈ വരുന്ന വാഹനങ്ങൾ, അതായത് കക്കാട് ഭാഗത്തുള്ള സർവീസ് റോഡാണിത്. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഈ സർവീസ് റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ഹൈവേയിലേക്ക് കയറുന്നു. പക്ഷേ ഈ കയറുന്ന ഈ ഭാഗത്ത് ഈ റോഡ് വെറും 2 വരി മാത്രമാണ്. അമിത വേഗതയിൽ ഈ ഹൈവേയിലൂടെ വരുന്ന 2 വരിയിലേക്ക് ചുരുങ്ങി വരുന്നവ, അതായത് 3 വരിയിൽ വരുന്ന വാഹനങ്ങൾ ഈ ഭാഗത്തെത്തുമ്പോൾ 2 വരിയായി ചുരുങ്ങി പോകുന്നു. ആ ഗ്യാപ്പിലേക്ക് തന്നെയാണ് ഈ സർവീസ് റോഡിൽ നിന്നുള്ള വാഹനങ്ങൾ പോകുന്നത്. ഈ സർവീസ് റോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിലൂടെ വരുന്ന ബൈക്കുകൾ, ഓട്ടോറിക്ഷകൾ മുതലുള്ള എല്ലാ വാഹനങ്ങളും ഇവിടെ ഈ ഹൈവേയിലേക്ക് കയറിയിട്ട് മാത്രമേ പോകാൻ കഴിയൂ. ഇത് വലിയ ഒരു അപകട സാധ്യതയാണ് വരുത്തി വെക്കുന്നത്. നമ്മളിത് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിനോടകം തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി അപകടങ്ങൾ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ കുറ്റിപ്പുറം നടന്നത് പോലുള്ള വലിയ മരണങ്ങൾ സംഭവിക്കുന്ന വലിയ ദുരന്തത്തിലേക്ക് പോകുന്നതിന് മുൻപ് അധികൃതർ കണ്ണു തുറക്കണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കാരണം അത്രയേറെ വലിയ ഒരു അപകട സാധ്യതയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ നേരത്തെ കുറ്റിപ്പുറത്ത് കണ്ട അതുപോലെ തന്നെ ഒരു ചെറിയ സ്ലോപ്പായിട്ടുള്ള ഒരു റോഡ്, ആ റോഡ് ഇവിടെ വീതി കുറഞ്ഞു പോകുന്നു. വലിയൊരു ഇറക്കമാണ് ഇവിടെ. ഈ സർവീസ് റോഡ് എന്ന് പറയുന്നത് ഒരു ഇറക്കമാണ്. തിരൂരങ്ങാടി കക്കാട് ഭാഗങ്ങളിൽ നിന്ന് ഈ ഇറക്കം ഇറങ്ങി വാഹനങ്ങൾ നേരെ വരുന്നത് ഈ ഹൈവേയിലേക്കാണ്. ഈ ഹൈവേയിലേക്ക് വാഹനങ്ങൾ നേരെ കയറുന്നു. അതേസമയം തന്നെ മറ്റു ഹൈവേയിലൂടെ വരുന്ന വാഹനങ്ങൾ അതേ സ്പീഡിൽ തന്നെ പോകുന്നു. ഞങ്ങളിവിടെ വന്ന് ഏതാണ്ട് 5 മിനിറ്റിനകം തന്നെ 2 അപകടം സംഭവിക്കാവുന്ന സംഭവങ്ങളാണ് ഞങ്ങളുടെ കൺമുന്നിൽ സംഭവിച്ചത്. പെട്ടെന്ന് വാഹനങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം. മാത്രമല്ല ഈ ഡിവൈഡറുകൾ കണ്ടാൽ അറിയാം. ഇവിടെ ഈ ഡിവൈഡറുകൾ തകർത്തുകൊണ്ട് നിരവധി വാഹനങ്ങൾ നേരത്തെ കുറ്റിപ്പുറം അപകടമുണ്ടായതിന് സമാനമായ രീതിയിൽ ഈ വാഹനങ്ങൾ ഈ ഡിവൈഡറുകൾ തകർത്തുകൊണ്ട് ഈ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ അടയാളങ്ങൾ, ടയർ പോയതിൻ്റെ അടയാളങ്ങൾ നമുക്ക് ഇവിടെ കാണാം. അന്ന് കുറ്റിപ്പുറത്ത് ആ ബസ് ഇടിച്ചത് ഇതുപോലെയുള്ള ഒരു ഡിവൈഡർ മറന്നുകൊണ്ട് സമീപത്തെ ഒരു ഡിവൈഡറിലാണ് ഇടിച്ചത്. ഇന്നിപ്പോൾ ഈ ബാരിക്കേഡ് മറികടന്ന് വന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. സമാനമായ രീതിയിൽ കുറ്റിപ്പുറത്ത് ഡിവൈഡറിൽ ഇടിച്ചതിന് സമാനമായൊരു ഡിവൈഡർ ഇതാ അവിടെ നമുക്ക് കാണാം. അതുപോലെ ഒരു ഡിവൈഡറാണ് ഇത്. അതായത് ആ ബസ് ഹൈവേയിൽ നിന്ന് ഈ പ്ലാസ്റ്റിക് ഡിവൈഡറുകൾ തകർത്ത് ഈ ഒരു ഡിവൈഡറിൽ തട്ടി തലകീഴായി മറിയുന്ന ഒരു സാഹചര്യം. സമാനമായ ഒരു ഡിവൈഡറാണ് ഇത്. ഇതിലേക്ക് ഇതുവരെ വാഹനങ്ങൾ വന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ അടുത്ത് വരെ നിയന്ത്രണം വിട്ട് വാഹനങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആളുകൾ പറയുന്നത് ഈ സർവീസ് റോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതൊരു പുഴയാണ്. ഈ പുഴയ്ക്ക് അപ്പുറത്തേക്ക് ഈ സർവീസ് നീട്ടിക്കൊണ്ട് ഒരു പാലം നിർമ്മിച്ചാൽ ഈ സർവീസ് റോഡിലൂടെ വരുന്ന ചെറിയ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ഓട്ടോറിക്ഷ, ബൈക്കുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് ഈ ഹൈവേയിൽ കയറാതെ തന്നെ ഇങ്ങനെ പോകാം. കാരണം ഇവിടെ ഹൈവേ 2 വരിയായി ചുരുങ്ങുന്നുണ്ട്. അത് ഇനി 3 വരിയിലേക്ക് നീട്ടുക എന്നത് ഒരു പക്ഷേ പ്രാവർത്തികമല്ല. ആ പ്രാവർത്തികമായിട്ടുള്ള കാര്യം എന്നുള്ളത് ഈ സർവീസ് റോഡ് ഇവിടെ നിന്ന് ഒരു ചെറിയ പാലം അങ്ങോട്ടേക്ക് കൊടുത്താൽ ഈ സർവീസ് റോഡിലൂടെ തന്നെ വാഹനങ്ങൾക്ക് പോകാം. ഹൈവേയിലേക്ക് കയറേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നുള്ളതാണ്. ഏതായാലും വലിയൊരു ദുരന്തം ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. വലിയ ഒരു ദുരന്തമായിരിക്കും അത് സംഭവിക്കുക. ഇതിനോടകം തന്നെ നിരവധി അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് പിറകിൽ കാണുന്ന ഈ സർവീസ് റോഡിലൂടെ ഈ വാഹനങ്ങൾ ഇങ്ങനെ ഹൈവേയിലേക്ക് കയറി പോകുന്നു. അമിത വേഗതയിൽ ഹൈവേയിൽ വരുന്ന വാഹനങ്ങൾ അവിടെ റോഡ് 2ആയി ചുരുങ്ങുന്നു. ആ വാഹനങ്ങൾ ഓൾറെഡി റോഡ് 2ആയി ചുരുങ്ങിയതിൻ്റെ പേരിൽ ചെറുതായി പോകുന്നത് കൊണ്ട് തന്നെ അപകട സാധ്യത വലുതാണ്. അതിന് പുറമെ ഈ സർവീസ് റോഡിൽ നിന്ന് ഇത്തരത്തിലുള്ള ബസ്സുകളും കാറുകളും അതോടൊപ്പം തന്നെ ബൈക്കുകളും ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെയുള്ളവ ഇങ്ങനെ കയറുന്നത് വലിയ
അപകട സാധ്യതയിലേക്ക് വഴിവെക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ കൺമുന്നിലാണ് ഒരു അപകടം വിട്ടൊഴിഞ്ഞു പോയത്. ഇവിടെ ഹൈവേയിൽ നിന്ന് വണ്ടി വരുന്നത് കണ്ട് മുന്നിലെ വണ്ടി ബ്രേക്ക് ചവിട്ടി, പിറകിൽ വന്ന ബസ് ഇടിച്ചില്ല എന്നത് ഭാഗ്യം. ഇതിന് മുൻപും ഞങ്ങൾ ഈ ക്യാമറ ഓണാക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു കാറും അപകടത്തിൽ പെടേണ്ടതായിരുന്നു. നിമിഷ നേരം, അതായത് ഏതാനും 5-10 മിനിറ്റ് നിൽക്കുന്നതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ അപകട സാധ്യതകൾ നമ്മൾ കണ്ടത്. ഇങ്ങനെ നിരവധി അപകടങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. വലിയ ഒരു ദുരന്തത്തിലേക്ക് വഴിവെക്കരുത്. ആ ദുരന്തത്തിന് മുൻപ് അധികൃതർ കണ്ണ് തുറക്കണം എന്നുള്ളത് കൂടിയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അൻരൂപ് ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.